ചോദ്യം കൂടി അത് ബി.ജെ.പി. പൊളിറ്റിക്സിനെ കുറിച്ചാണ്. ബി.ജെ.പിയുടെ വികസനത്തിന് പ്രതിബന്ധമാകുന്ന, അതായത് വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഘടകം എന്ത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അതിൽ പ്രധാനമായ പല ഘടകങ്ങളാണ് ജനങ്ങൾ പരിഗണിച്ചത്. അതിൽ ഒരു കാര്യം, CPM-ന് ഒരു ഹിന്ദു പാർട്ടി എന്ന പരിഗണന ലഭിക്കുന്നു, അതാണ് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നത് എന്ന് വിലയിരുത്തിയിരിക്കുന്നവർ 19.8% ആളുകളാണ്. മറ്റൊന്ന്, വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ബി.ജെ.പിക്ക് വേണ്ടത്ര കഴിവില്ലായ്മ വരുന്നുണ്ട്, വീഴ്ച പറ്റുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തുന്നവർ 5.9% ആളുകളാണ്. കൂടിയ ന്യൂനപക്ഷ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് വളർച്ചയുണ്ട് തടസ്സമുണ്ടാകുന്നു എന്ന് വിലയിരുത്തുന്നവർ 10.6% ആളുകളാണ്. മറ്റൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം, കേരളത്തിലെ ജനങ്ങളെയും ചരിത്രവും തിരിച്ചറിയുന്നതിൽ ബി.ജെ.പിക്ക് പോരായ്മ സംഭവിക്കുന്നു. ഇങ്ങനെ വിലയിരുത്തുന്നവരുടെ എണ്ണം 30.9% എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊരു കാര്യം, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു നേതാവിൻ്റെ അഭാവം, 4% ആളുകൾ അങ്ങനെയും കണക്കൂടുന്നുണ്ട്. മറ്റ് അഭിപ്രായങ്ങൾ പറയുന്നവർ 9.6 പേരാണ്. അഭിപ്രായമില്ലാത്തവർ 19.1%. ശരി, ഇക്കാര്യത്തിൽ കേരളത്തിലെ ചരിത്രം, അതുപോലെ കേരളത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ ബി.ജെ.പിക്ക് കഴിയുന്നില്ല. അങ്ങനെ 30.9% ആളുകളും പറയുന്നത് ഇതാണ് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് തടസ്സം എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജ്, മറ്റൊരു കാര്യം, CPM-ന് കിട്ടുന്ന ഹിന്ദു പാർട്ടി എന്നുള്ള പരിഗണന അത് ബി.ജെ.പിക്ക് തടസ്സമാകുന്നു. അതായത് ഒരേ വോട്ട് ബാങ്കിലേക്കാണല്ലോ കടന്നു ചെല്ലേണ്ടത്. ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ഒരു മതേതര കക്ഷി ആയിട്ടാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നിൽക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. അതിൻ്റെ ഒത്തിരി അണികൾ ശബരിമലയിൽ പോകുന്നവരുണ്ട്, ശബരിമലയിൽ പോകുന്ന സഹാക്കൾ CPM-ന് ഇഷ്ടം പോലെ ഉണ്ട്. അത് വേറൊരു കാര്യം, അതൊക്കെയുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം, കേരളത്തിൽ വർഷങ്ങളായിട്ട് സമരം ചെയ്തും പല ജനങ്ങളുടെ ജനകീയ വിഷയങ്ങളൊക്കെ എടുത്തും രാജാവിനോട് മത്സരിച്ചും രാജാവിനോട് സമരം ചെയ്തും ഒക്കെ വളർന്നു വന്ന രണ്ട് പാർട്ടികളാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതേപോലെ കോൺഗ്രസ് പാർട്ടിയും. സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ വളർന്നു വന്ന് കോൺഗ്രസ്സായിട്ട് വളർന്ന ഒരു വലിയ പ്രസ്ഥാനമാണത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈ രണ്ട് പാർട്ടികളുടെ ചരിത്രം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് തന്നെയാണ് ആളുകൾ വിലയിരുത്തിയതും കൃത്യമായിട്ട് തന്നെയാണ്. 30% ആളുകളും വിലയിരുത്തിയത് അത് തന്നെയാണ്. കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ബി.ജെ.പി കഴിയുന്നില്ല എന്ന്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ആരാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്, ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്, ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് ഏത് മുന്നണിക്കാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോവുകയാണ്. അത് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഇനി പ്രേക്ഷകരിലേക്ക് വരുന്നത്. അതായത് സംസ്ഥാനത്ത്